ഹലോ എവ്രി വൺ, ഞാൻ ശ്രുതി. ലോ ഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് NCERT സീരീസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ ജോഗ്രഫിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭൗതികശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ +1 ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 8 ആണ് നോക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ NCERT സീരീസിൽ ബാക്കിയുള്ള സബ്ജക്ട്സുകൾ നമ്മൾ എടുത്തു പോകുന്നതായിരിക്കും ഇനി വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ചാപ്റ്റർ 8 അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ ഓരോ സെൻറ്റൻസും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് തന്നെ മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഭൂമിയുടെ അവിഭാജ്യ ഘടകമായ വായുപിണ്ഡത്തിൻ്റെ 99% ഭൗമ ഉപരിതലത്തിൽ നിന്നും 32 കിലോമീറ്റർക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നമ്മുടെ 32 കിലോമീറ്ററിനുള്ളിലാണ് വായുപിണ്ഡത്തിൻ്റെ 99% നിലകൊള്ളുന്നത്. തന്നിരിക്കുന്ന പെർസെൻറ്റേജുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ എന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? അപ്പോൾ വിവിധ തരത്തിലുള്ള വാതകങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പവും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഘടകങ്ങൾ? വാതകങ്ങളുണ്ട്, ജലബാഷ്പമുണ്ട്, അതുപോലെ പൊടിപടലങ്ങളുണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകും തോറും വാതകങ്ങളുടെ അനുപാതത്തിൽ വ്യത്യാസം കണ്ടുവരുന്നു. അപ്പോൾ വാതകങ്ങൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴുള്ള ആ ഒരു റേഷ്യോ എന്താണ്? വ്യത്യസ്തപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട്. അത് ഓർത്തിരിക്കുക. ഉയരം കൂടുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അളവ് കുറയുകയും 120 കിലോമീറ്റർ എത്തുമ്പോഴേക്കും വളരെ നിസാരമായ അളവിൽ മാത്രമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ 120 മേലോട്ട് ചെല്ലുന്നു കഴിഞ്ഞാൽ ഓക്സിജൻ വളരെ തീരെ കുറവായിരിക്കും. അപ്പോൾ 120 വരെയൊക്കെ എന്താണ് നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറഞ്ഞാണ് മേലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഓക്സിജൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ എന്തുള്ളൂ? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പത്തിന്റെയും സാന്നിധ്യമുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും എത്ര കിലോമീറ്റർ വരെ ഉള്ളൂ? 90 കിലോമീറ്റർ വരെ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് 120 കിലോമീറ്ററിന് മേലോട്ട് ആകുമ്പോഴത്തേക്കാണ് വളരെ തുച്ഛമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ടേബിളാണ്. നമ്മുടെ പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നതാണ് അന്തരീക്ഷത്തിലെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. അപ്പം ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. അത് എത്രയാണുള്ളത്? 78.08% നൈട്രജൻ എന്ന് പറയുന്നത്. നമ്മൾ ചുരുക്കി 78% എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. അത് എത്രയാണ്? 20.95%. അപ്പം 21 എന്ന് നമ്മൾ പറയുന്നത്. ഇനി ആർഗൺ ആണെങ്കിൽ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.036 അല്ലെങ്കിൽ 0.4 എന്ന് റൗണ്ട് ചെയ്ത് പറയാറുണ്ട്. പിന്നെയുള്ളത് നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ബാക്കിയുള്ളതിന്റെ വാല്യൂസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക ഈ ഓർഡറെങ്കിലും. ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എത്രാമതാണ് വരുന്നത്? 4ാമതാണ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ വരെയെങ്കിലും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണ്. എത്രയാണ് ശതമാനം? 78.08% ഉള്ളത്. അപ്പോൾ ഇവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% ഏതൊക്കെ ചേർന്നതാണ്? നൈട്രജനും ഓക്സിജനും ചേർന്നതാണ്. അപ്പോൾ 78%, 21% കൊണ്ട് ചേർന്ന് 99% എന്തൊക്കെയാണ്? നൈട്രജനും ഓക്സിജനും കൂടെയാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. ചെറിയ അളവിൽ, അതായത് 1% മാത്രമേ എന്തുള്ളൂ? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റു വാതകങ്ങളായിട്ടുള്ള ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ഹൈഡ്രജൻ എന്നിവയൊക്കെ ഉള്ളൂ. അപ്പോൾ 1% ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്തിട്ടെന്ന് പറയുന്നത്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് ഏറ്റവും ചെറിയ LGS ലെവൽ തൊട്ടിട്ട് നമ്മുടെ ഏറ്റവും ഹയർ ലെവൽ വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ വാതകം, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ വാതകം സൗരകിരണത്തിന് സുതാര്യവും എന്നാൽ ഭൗമ വികിരണത്തിന് അതാര്യവുമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? സൂര്യനിൽ നിന്നുള്ള കിരണങ്ങളെ എന്ത് ചെയ്യും? കടത്തിവിടുകയും എന്നാൽ ആ കിരണങ്ങൾ ഭൂമിയിൽ വന്ന് പതിച്ചിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന കിരണങ്ങളെ, ഭൗമകിരണങ്ങളെ എന്ത് ചെയ്യും? ഭൂമിയിൽ അത് തങ്ങി നിൽക്കാൻ കാരണമാവുകയും പിന്നീട് അതുമൂലം എന്തെങ്കിലും ചൂട് അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഈ പറയുന്ന ചൂട് പിന്നെ ക്രമാതീതമായിട്ട് എന്ത് ചെയ്യാണ്? കൂടി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിലേക്ക്
പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത്. മേൽപ്പറഞ്ഞ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴികെ മിക്ക വാതകങ്ങളും അളവ് അന്തരീക്ഷത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാതകങ്ങളും എന്താണ് പൊതുവെ സ്ഥായിയായിട്ടാണ്, സ്ഥിരമായിട്ടാണ് കാണപ്പെടുന്നത്. അളവിലധികം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറില്ല. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഇപ്പൊ വരുന്ന കാലഘട്ടങ്ങളിൽ ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുകയാണ്, കൂടി വരികയാണ്. ഇതുമൂലം എന്ത് സംഭവിക്കും, ഭൗമ വികിരണങ്ങളെ കൂടുതലായിട്ടും ഭൂമിയിൽ തങ്ങി നിൽക്കുകയും നമുക്ക് ചൂട് കൂടുകയും പിന്നീട് അതെന്ത് ചെയ്യും, ആഗോള താപനത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ എന്താ സംഭവിക്കുക, താപനില വർദ്ധിക്കുന്നതിനും ഇതെന്ത് ചെയ്യുന്നു, ഇടയാക്കുന്നുണ്ട്. അത് കാര്യങ്ങൾ ഓർത്തിരിക്കുക, നമുക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് ഇത് ഓസോൺ എന്ന് പറയുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെയാണ് നമ്മൾ ഓസോൺ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എവിടെ തൊട്ട് എവിടം വരെയാണ്, 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഓസോൺ കാണപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഓസോണിന്റെ പ്രത്യേകത എന്താണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മാരകമായ സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ എന്ത് ചെയ്യുന്നു, ആഗിരണം ചെയ്ത് ഭൂമിയെ എന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നു. ഒരു ഭൂമിക്ക് അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെയൊക്കെ കാണപ്പെടുന്നതാണ് ഇത് ഓസോൺ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത കാര്യം പറയുകയാണ് നമ്മൾ ജലബാഷ്പത്തെ പറ്റിയിട്ട്. വാട്ടർ വേപ്പേഴ്സ് തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. അപ്പൊ ജലബാഷ്പം എന്താണ്, പല പല രൂപങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാലദേശഭേദങ്ങൾ അനുസൃതമായി അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവിൽ വ്യത്യാസം കണ്ടുവരുന്നു. സീസൺസിന് അനുസൃതമായിട്ടും അതുപോലെ തന്നെ ഓരോരോ പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ടും എന്ത് ചെയ്യും, ജലബാഷ്പത്തിൽ വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഉയരം കൂടുന്തോറും ഇതിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി കാണാം. എങ്ങനെയാണ്, ജലബാഷ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിന് എന്താണ് സംഭവിക്കുന്നത്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം 4% ജലബാഷ്പമാണ് അടങ്ങിയിട്ടുള്ളതെങ്കിലും വരണ്ടതും തണുപ്പുള്ളതുമായ മരുഭൂമികളിലും തണുത്ത പ്രദേശങ്ങളിലും വായുവിൽ ജലബാഷ്പത്തിന്റെ അളവ് 1% കുറവാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശത്ത് ആണെന്നുണ്ടെങ്കിൽ ജലബാഷ്പം എത്രത്തോളം കാണും, 4% ജലബാഷ്പം ഉണ്ടായിരിക്കും അന്തരീക്ഷത്തിൽ. എന്നാൽ വരണ്ടതും അതുപോലെ തന്നെ തണുത്ത് ഉള്ള പ്രദേശങ്ങളിലൊക്കെ എന്തേ കാണുള്ളൂ, 1% താഴെയാണെന്ന് പറയുന്നത് ജലബാഷ്പത്തിന്റെ അളവെന്ന് പറയുന്നത്. അപ്പൊ പ്രദേശത്തിനനുസരിച്ചും എന്താണ്, അതിൽ വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി പറയുകയാണെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓർത്തെടുക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്, ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും. തണുത്ത പ്രദേശങ്ങളിൽ ജലബാഷ്പത്തിന്റെ അളവ് എന്തായിരിക്കും, അന്തരീക്ഷത്തിൽ കുറവായിരിക്കും. ഇനി സൂര്യനിൽ നിന്നുള്ള വികിരണത്തെ ആഗിരണം ചെയ്യുന്നതോടൊപ്പം ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമ ഉപരിതലത്തിൽ കൂടുതൽ ചൂടോ തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നിലനിർത്തുന്ന അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുക കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ ഭൗമോപരിതലത്തിൽ കൂടുതൽ ചൂടോ തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നിലനിൽക്കുന്ന അന്തരീക്ഷ ഘടകമാണ് ഇത് ജലബാഷ്പം എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ചൂടുമില്ല കൂടുതൽ തണുപ്പുമില്ലാതെ ആക്കുന്നതാര്, ജലബാഷ്പമാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി പൊടിപടങ്ങളുടെ സ്രോതസ് നമുക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. കടലുപ്പ്, ചാരം, പൂമ്പൊടി, ഉൽക്കാശകലങ്ങൾ, നേർത്ത മൺതരികൾ, ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന നമ്മുടെ പൊടിപദാർത്ഥങ്ങളിലെ മെയിൻ ആയിട്ടുള്ള സ്രോതസ് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, കണ്ടുവരുന്ന അന്തരീക്ഷത്തിലെ ഭൗമോപരിതലത്തിനോടടുത്ത് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്, ഭൗമോപരിതലത്തിന് അടുത്താണ് കാണപ്പെടുന്നത്. മേലോട്ട് ചെല്ലുന്നതിനനുസരിച്ച് പൊടിപടലങ്ങൾ എന്തായിരിക്കും, കുറഞ്ഞായിരിക്കും വരുന്നത്. എന്നാൽ പൊടിപടലങ്ങൾ മേലോട്ട് പോകുന്നത് എങ്ങനെയാണ്, താപസംവഹനം വഴിയിട്ടാണ്. താപസംവഹന പ്രക്രിയയിലൂടെയാണ് ഈ ധൂളികൾ എന്ത് ചെയ്യുന്നത്, ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഇനി അതുപോലെ തന്നെ ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റുകൾ മൂലം ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അപ്പൊ കാറ്റ് കൂടുതലുള്ള സ്ഥലത്ത് എന്തായിരിക്കും, പൊടിപടലങ്ങൾ കൂടുതലായിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എവിടെയാണ് കൂടുതലായിട്ടും കാറ്റ് കാണപ്പെടുന്നത്, ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും അതുപോലെ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലുമാണ് നമുക്ക് പൊടിപടലങ്ങൾ കൂടുതലായിട്ട് താരതമ്യേന കൂടുതൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭൂമധ്യരേഖയെ ഭൂമധ്യരേഖയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പൊടിപടലങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതെന്താണ് അതിന് കാരണം, വീശുന്ന വരണ്ട കാറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പൊടിപടലങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഘനീകരണ മർമ്മങ്ങളായി വർത്തിക്കുന്ന പൊടിപടലങ്ങളെ
ചുറ്റി നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപീകരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളത് അത് പൊടിപടലങ്ങളാണ് കേട്ടോ. പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ചാണ് എന്ത് ചെയ്യുന്നത്, മേഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പൊ മേഘരൂപീകരണത്തിന് കാരണം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? വാതകങ്ങളുണ്ട്, അതുപോലെ തന്നെ ജലബാഷ്പമുണ്ട്, അതുപോലെ പൊടിപടലങ്ങളുണ്ട്. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ അന്തരീക്ഷത്തിന്റെ സ്ട്രക്ചർ ആണ് നോക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിനെ തിരിച്ചിരിക്കുന്നത് എന്നുള്ളത്. വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകും തോറും വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നത്. അപ്പൊ സാന്ദ്രതയെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, വായുവിന്റെ സാന്ദ്രത എന്താണ് ചെയ്യുന്നത്, കുറഞ്ഞാണ് വരുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുക, വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഇനി ഊഷ്മാവിന്റെ വ്യതിയാനത്തിനനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 തിരിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. അയണോസ്ഫിയറിനെ നമ്മൾ തെർമോസ്ഫിയർ എന്നും പറയാറുണ്ട് കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. അപ്പം എന്തൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഊഷ്മാവിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തിരിച്ചിരിക്കുന്നത്. ഇനി ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാളിയാണ് ഏത്, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ഏത്, ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്ററിലാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ശരാശരി ഹൈറ്റ് ആണ് ഏത്, 13 കിലോമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ധ്രുവപ്രദേശത്തിന്റെ ഇതിന്റെ ഉയരം എത്രയാണ്, 8 കിലോമീറ്ററും. ഭൂമധ്യരേഖ പ്രദേശത്ത് ഇതിന് 18 കിലോമീറ്ററുമാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് വാല്യൂസ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഈ 8ന്റെയും 18ന്റെയും ആവറേജ് ആണ് 13 നമ്മൾ എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഭൂമധ്യരേഖ പ്രദേശത്ത് എന്താണ്, വ്യാപ്തി കൂടുതലാണ് ട്രോപ്പോസ്ഫിയർ. അത് ഓർത്തിരിക്കുക കേട്ടോ. 18 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ ധ്രുവ പ്രദേശങ്ങളാണെങ്കിൽ 8 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുള്ളൂ. ഈ ഭൂമധ്യരേഖ പ്രദേശത്ത് വ്യാപ്തി കൂടാനുള്ള കാരണം എന്താണ്, ശക്തമായ സംവഹന പ്രവാഹത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രദേശത്തിന് കുറച്ചും കൂടി 18 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭൗമ ഉപരിതലത്തിന്റെ തൊട്ട് മേളിലുള്ള പാളികളല്ലേ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മഞ്ഞ്, മഴ, കാറ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളും കണ്ടുവരുന്നത് ഏതിലാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഈ അന്തരീക്ഷ പാളിയിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, താപനില കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതിനൊരു പേര് പറയും, അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ SCRTയിലും ഒക്കെ ഉള്ളൊരു പോയിന്റാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ പേര് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഭൂമിയിലെ എല്ലാ തരത്തിലുമുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ അന്തരീക്ഷ ഭാഗത്താണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്ന പാളി ഏതാണ്, ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന സംക്രമണ മേഖലയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഇടയിൽ കാണപ്പെടുന്ന മേഖലയാണ് ഏത്, ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപാസിന് ഏകദേശം താപനില -80 ഡിഗ്രി സെൽഷ്യസും ധ്രുവ പ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില എന്ന് പറയുന്നത് -45 ഡിഗ്രി സെൽഷ്യസുമാണ് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ട്രോപ്പോപാസിന്റെ താപനിലയാണ് കൊടുത്തിരിക്കുന്നത്. ട്രോപ്പോപാസിൽ ഏകദേശ താപനില എത്രയാണ്, ഭൂമധ്യരേഖയ്ക്ക് മേഖലയിലാണെങ്കിൽ -80 ഡിഗ്രി സെൽഷ്യസിനും എന്നാൽ ധ്രുവ പ്രദേശങ്ങൾക്കാണെങ്കിൽ -45 ഡിഗ്രി സെൽഷ്യസിനുമാണ് കൊടുത്തിരിക്കുന്നത്. ട്രോപ്പോപാസിലെ താപനില ഏകദേശം സ്ഥിരമാണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പം ഓരോയിടത്തെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ പഠിച്ചു വെച്ചിരിക്കുക. ഈ താപനില, ട്രോപ്പോപാസിലെ താപനില എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റഡി ആയിട്ട് തന്നെയായിരിക്കും അത് ട്രോപ്പോപാസിൽ നിലകൊള്ളുക. അപ്പൊ ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ശരാശരി എത്രയാണ്, ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. എത്ര കിലോമീറ്റർ വരെയാണ്, 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇതിനകത്ത് വേറൊന്നും പറയുന്നില്ല. ഇനി അടുത്തത് മീസോസ്ഫിയർ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്, മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ 80 കിലോമീറ്റർ വരെ ഉള്ളതാണ് ഇത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഉയരം കൂടുന്തോറും ഈ പാളിയിലെ താപനില എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരികയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലെ, ഈ കാണുന്ന ഭാഗം
ട്രോപ്പോസ്ഫിയർ ആണ്. ഇത് സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, മേളിലോട്ട് എക്സോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലും മീസോസ്ഫിയറിലുമാണ് എന്ത് ചെയ്യുന്നത്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു പോകുന്നത് കേട്ടോ. ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഏറ്റവും താപനില കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീസോസ്ഫിയറിലാണ് വരുന്നത്. ഏറ്റവും കുറവ് അത് -100°C വരെ പോകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ്, ട്രോപ്പോസ്ഫിയറിലും അതുപോലെ തന്നെ മീസോസ്ഫിയറിലുമാണ് എന്ത് ചെയ്യുന്നത്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നത് ഓർത്തിരിക്കുക. ഇനി സ്ട്രാറ്റോസ്ഫിയറിലും അതുപോലെ തന്നെ നമ്മുടെ തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില എന്താണ്, കൂടിയാണ് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നത് എവിടെയാണെന്നും കുറയുന്നത് എവിടെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, മീസോസ്ഫിയർ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഉയരം കൂടുന്നതോറും ഈ പാളിയിലെ താപനില കുറഞ്ഞു വരികയായിട്ടാണ് കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ ഉയരത്തിൽ, 80 കിലോമീറ്റർ വരെയല്ലേ മീസോസ്ഫിയർ പറയുന്നത്, അപ്പോൾ 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില എത്രയായിട്ട് വരെ കുറയുന്നുണ്ട്, -100°C വരെ താഴുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മീസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നമ്മൾ മീസോപാസ് എന്ന് അറിയപ്പെടുന്നത്. മീസോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ഏത്, അയണോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പൊ 80-400 ഇടയിലാണ് ഏത് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. വൈദ്യുതി ചാർജുള്ള അയൺ കണികകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഈ പാളിയെ എന്തെന്ന് അറിയപ്പെടുന്നത്, അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വൈദ്യുത ചാർജുള്ള അയോണുകൾ കാണപ്പെടുന്ന പാളി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അയണോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ ആണ് ഓർത്തിരിക്കുക കേട്ടോ. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങൾ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അപ്പൊ റേഡിയോ തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാളി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് അയണോസ്ഫിയർ ആണ് ഓർത്തിരിക്കുക. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന സ്വഭാവമാണ് ഈ പാളിക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉയരം കൂടുന്തോറും എന്താ ചെയ്യുന്നത്, താപം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്ന ഏറ്റവും പുറമേയുള്ള പാളി. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. ഈ പാളിയെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഈ പാളിയിലെ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വരികയും ബഹിരാകാശത്തേക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാളി നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്, സ്പേസിലേക്കാണ്, ഔട്ടർ സ്പേസിലേക്കാണ് പോകുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കൂടുതൽ ഡേറ്റയൊന്നും നമുക്ക് എക്സോസ്ഫിയറിനെ പറ്റിയിട്ടില്ല. പക്ഷെ ക്രമേണ നമ്മൾ ആ ഒരു ഗ്രാഫ് വെച്ച് പറയുമ്പോഴത്തേക്ക് എക്സോസ്ഫിയറിൽ പുറത്തോട്ട് പോകുന്ന അന്തരീക്ഷവുമായിട്ട് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ബഹിരാകാശവുമായിട്ട് കൂടിച്ചേരുന്ന പാളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോസ്ഫിയർ എഴുതുക. പിന്നെ എന്തൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് നോക്കുന്നത്. ഏതൊക്കെയാണ്, ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞാൽ, ഭൗമോപരിതലത്തിലെ ജീവന്റെ നിലനിൽപ്പിനെയും കാലാവസ്ഥാ മാറ്റങ്ങളെയും സ്വാധീനിക്കുന്ന അന്തരീക്ഷ ഘടകങ്ങളാണ് ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം തുടങ്ങിയവ. അപ്പം ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ നോക്കി പഠിച്ചിരിക്കേണ്ടതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. നമുക്ക് NCERT എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാതെ നിങ്ങൾ കുറച്ചായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് പഠിച്ച് നോക്കുക. നമുക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് NCERT പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ SCERT പോർഷൻ ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് SCERT പറഞ്ഞിരിക്കുന്ന 3/4 ഭാഗങ്ങളും ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം SCERT വായിച്ചിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മലയാളം ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്ത് നോക്കുക. ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലും കൂടെ അറിഞ്ഞിരിക്കുക. ടേംസ് ഒക്കെ ഇംഗ്ലീഷിലും കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ട്രാൻസ്ലേഷൻസിൽ ചിലപ്പോൾ നമുക്ക് ആ ടേംസുകൾക്ക് വളരെ ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടേംസുകളൊക്കെ കുറച്ച് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മലയാളം പഠിക്കുന്നവർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.